എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ഐതിഹ്യമാലയിലെ കഥയല്ല, മറ്റൊരു കഥയാണ്. കൂനികളായി തീർന്ന രാജകുമാരിമാർ. ബ്രഹ്മാവിൻ്റെ മകൻ കുശൻ്റെ മകനായിരുന്നു കുശനാഭ രാജാവ്. കൃതാജി കുശനാഭൻ്റെ ഭാര്യയും. അവർക്ക് സുന്ദരികളും സുശീലകളുമായ 100 പെൺകുട്ടികളുണ്ടായി. പെൺകുട്ടികൾ ഒരു ദിവസം അണിഞ്ഞൊരുങ്ങി പൂന്തോട്ടത്തിൽ പോയി പാടിയും ആടിയും വാദ്യങ്ങൾ വായിച്ചും കളിക്കുകയായിരുന്നു. വായു ഭഗവാൻ ആ പെൺകിടാങ്ങളെ കണ്ട് മോഹിച്ചു. അദ്ദേഹം അവരുടെ അടുത്ത് ചെന്ന് അപേക്ഷിച്ചു, എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു. നിങ്ങൾ മനുഷ്യരൂപം കളഞ്ഞ് എൻ്റെ ഭാര്യമാരായിത്തീരണം. നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാവും, എന്നും ചെറുപ്പമായിരിക്കുകയും ചെയ്യും. പെൺകുട്ടികൾ ഇത് കേട്ട് ചിരിച്ചു. ഭഗവാനെ, അവിടുന്ന് എല്ലാ പ്രാണികളുടെയും പ്രാണനാണ്. അവിടുത്തെ യോഗ്യത അറിയാത്തവരായി ആരുമില്ല. അവിടുന്ന് ഞങ്ങളെ അപമാനിക്കുന്നത് ശരിയാണോ? അവിടുന്ന് ദേവനാണെങ്കിലും അവിടുത്തെ ഈ സ്ഥാനത്ത് നിന്ന് പുറന്തള്ളാൻ കുശനാഭ രാജാവിൻ്റെ കുമാരിമാരായ ഞങ്ങൾക്ക് കഴിയും. തപശക്തി കളയാൻ വയ്യെന്ന് കരുതി ഞങ്ങൾ ക്ഷമിക്കുകയാണ്. സത്യസന്ധനായ ഞങ്ങളുടെ അച്ഛനെ അപമാനിച്ചാൽ അദ്ദേഹം അവിടുത്തെ കാലനായിത്തീരും. ഞങ്ങൾ കുലധർമ്മമനുസരിച്ച് ഭർത്താവിനെ വരിച്ചുകൊള്ളാം. അച്ഛനാണ് ഞങ്ങൾക്ക് വന്ദനീയനായ ഈശ്വരൻ. അച്ഛൻ തീരുമാനിക്കുന്ന ആളെ മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കൂ. രാജകുമാരിമാർ ഇങ്ങനെ പറഞ്ഞത് കേട്ട് വായു ഭഗവാന് വല്ലാതെ ദേഷ്യം വന്നു. അദ്ദേഹം അവരുടെ ദേഹങ്ങളിൽ കടന്ന് അവരെ കൂനികളാക്കി തീർത്തു. പെട്ടെന്ന് കൂനികളായി തീർന്നതുകൊണ്ട് ആ സുന്ദരിമാർ പരിഭ്രമിച്ചുപോയി. അവർ നാണിച്ച് ദുഃഖിച്ച് രാജധാനിയിലേക്ക് തിരിച്ചുപോയി നിലത്ത് കിടന്ന് കരഞ്ഞു തുടങ്ങി. പെൺകുട്ടികളെ കണ്ട് അമ്പരന്നുപോയ കുശനാഭ രാജാവ് വിവരം അന്വേഷിച്ചറിഞ്ഞു. എല്ലാം കേട്ട ശേഷം അദ്ദേഹം മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഒരുമയും ക്ഷമയും കണ്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. എല്ലാവർക്കും ക്ഷമയാണ് അലങ്കാരം. ദാനവും സത്യവും യജ്ഞവും കീർത്തിയും ധർമ്മവും ക്ഷമയാണ്. ലോകം ക്ഷമയിലാണ് നിലനിൽക്കുന്നത്. പിന്നീട് കുശനാഭ രാജാവ് കുമാരിമാരുടെ വിവാഹത്തെക്കുറിച്ച് ആലോചന തുടങ്ങി. കുറച്ചു കാലം മുമ്പ് ചൂളി എന്നൊരു മുനി കാട്ടിൽ തപസ് ചെയ്തിരുന്നു. ഊർമിള എന്ന ഗന്ധർവ സ്ത്രീയുടെ മകളായ സോമത എന്നു പേരുള്ള സുന്ദരി മുനിയെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ പാർത്തു വന്നു. മുനിക്ക് അവളിൽ ബ്രഹ്മദത്തൻ എന്നൊരു മകനുണ്ടായി. കാമ്പിലി എന്ന രാജ്യമാണ് ബ്രഹ്മദത്തൻ ഭരിച്ചു പോന്നിരുന്നത്. കുശനാഭ രാജാവിൻ്റെ രാജ്യത്തിനടുത്ത് തന്നെയായിരുന്നു കാമ്പിലി. ബ്രഹ്മദത്തനോട് ആലോചിച്ച് കുശനാഭ രാജാവ് പുത്രിമാരെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹ സമയത്ത് ബ്രഹ്മദത്തൻ കൈപിടിച്ച ഉടനെ രാജകുമാരിമാരുടെ കൂനുമാറി. അവർ പഴയ പോലെ സർവാംഗ സുന്ദരിമാരായി തീർന്നു. ഈ കൊച്ചു കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.